ഗൈസ്, ഇപ്പോൾ സമയം 3 മണിയായി. നമ്മുടെ ഇവിടെ ഉള്ളത് നമ്മുടെ ഇതിൻ്റെ അടുത്തൊരു പാടത്താണ്. വേറെ ഒന്നല്ല, ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ചെറിയൊരു പരിപാടിയാണ്. ഏറെ ആഗ്രഹിച്ചാൽ അല്ലെങ്കിൽ ട്രൈ ചെയ്യണമെന്ന് തോന്നിയൊരു സംഭവം നമ്മൾ ചെയ്യാൻ വന്നിരിക്കുകയാണ്. നമ്മുടെ വീടിൻ്റെ അടുത്ത് പാടത്ത് ട്രാക്ടർ ഉഴുന്നുണ്ട്. അപ്പോൾ ട്രാക്ടർ ഉഴുവാനുള്ളൊരു പരിപാടി പിടിച്ചുകൊണ്ട് നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സുനിച്ചേട്ടനെ വിളിച്ചു ചോദിച്ചപ്പോൾ സുനിച്ചേട്ടൻ പറഞ്ഞു, മോനെ പോരെ ട്രാക്ടർ ഓടിക്കാൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. കേസ് കുറേ ഓലമടലൊക്കെ വീണ് കിടക്കുന്നുണ്ട്. അതിനെ വരച്ച് വീട്ടിൽ കൊണ്ടുപോയി വീട്ടിലിട്ട് കത്തിക്കുക. പാടത്ത് വന്നാൽ അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട്. വെല്ലോൻ്റെ പറമ്പിൽ തേങ്ങ, വെല്ലോൻ്റെ പറമ്പിൽ മടലി. ഞാൻ എടുക്കാറില്ല, പക്ഷേ ഒരു നാട്ടിലെ പൊതുവത്തം പറഞ്ഞാണ് പാടത്തേക്ക് ഇറങ്ങിയൊക്കെയാണ്. ഇതെനിക്ക് തോന്നണേ സൈബീരിയൻ ക്രെയിനാ തോന്നുന്നുട്ടാ. എനിക്ക് ചുണ്ടോക്കി മിക്കവാറും കൊത്തുകൊണ്ട് ചാവുന്ന തോന്നണേ. അതാണ് ഞങ്ങളുടെ സ്വന്തം സുനിച്ചേട്ടൻ. സുനിച്ചേട്ടൻ ഹായറേ. അപ്പോൾ സുനിച്ചേട്ടൻ്റെ അടുത്തേക്കാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളായിട്ട് എത്തിയിട്ടുള്ളത്. കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. കുറച്ച് ചോദ്യങ്ങളൊക്കെയാണ്. പറഞ്ഞാനോ 2 റൗണ്ട് ഓടിക്കാനോ. അങ്ങനെ ഞാൻ ഐശ്വര്യമായി ട്രാക്ടറിൽ കയറിയാണ്. വെച്ച് അതോടി അങ്ങോട്ടേക്കിട്ട് ബാക്കോട്ട് എന്നിട്ട് പറഞ്ഞോ കാലെടുക്കാമോ? കൊള്ളാട്ടാ. അപ്പൊ നമ്മളൊരു സാധനം ഓണാക്കിയിട്ട് അടിക്കാൻ പോകണ്ട. ക്ലച്ച് ആണല്ലേ. അപ്പൊ ഇതാണ് നമ്മുടെ സ്വന്തം സുനിച്ചേട്ടൻ. സുനിച്ചേട്ടൻ ഒരു കസിനാണ്. അപ്പൊ സംഭവം ഞാനിത് വെറുതെ കയറി സ്റ്റിയറിംഗ് എടുത്ത് ഇരിക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയല്ല, സ്റ്റിയറിംഗിനൊപ്പം ഇരിക്കണം. പിന്നെ സുനിച്ചേട്ടത്ത് അടിക്കണല്ലേ. ഒരു മിനിറ്റ്. ഹൈഡ്രോളിക് ഒരു കയ്യിൽ പിടിക്കണം. സ്റ്റിയറിംഗ് പിടിക്കണം. നേരെ നോക്കണം, ബാക്ക് നോക്കണം, എല്ലാം ചെയ്യണം നമ്മൾ. അതായത് നേരെ നോക്കണം, ബാക്ക് നോക്കണം, ഹൈഡ്രോളിക് ഇരിക്കണം, സ്റ്റിയറിംഗ് ഇരിക്കണം. അപ്പൊ ചെറിയ പരിപാടിയല്ല ഗൈസ്. വേറൊരു സംഭവം കൂടി ഉണ്ട്. നല്ലൊരു മഴ വന്നിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ പെട്ടു. സുനിച്ചേട്ടാ എത്ര കൊല്ലമായി? ഞാൻ അറിഞ്ഞോളൂ സുനിച്ചേട്ടൻ ട്രാക്ടർ ഓടിക്കുന്നുണ്ട്. സുനിച്ചേട്ടൻ എത്ര കൊല്ലത്തെ എക്സ്പീരിയൻസ് ട്രാക്ടറിൽ? ഇപ്പൊ ട്രാക്ടറിൽ ഒരു 30 കൊല്ലമായി. 30 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ വിചാരിക്കണേ. ഇനി അടുത്ത വളരെ ബേസിക് ആയിട്ട് കാര്യം, ഞാൻ അത് ചോദിച്ചാണ്. നമുക്കൊരു ഏക്കർ പോകാനായിട്ട് എത്ര സമയം? ഒരു ഏക്കർ പോകാനായിട്ട് ഒരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ. അതിൽ കൊണ്ടുവരില്ല. അതിൽ തീർക്കും. അത് തീർക്കും. 2 ചാല് കണ്ടം കൂട്ടി അടിക്കും. 2 ചാലുള്ളൂ. 2 ചാല് കണ്ടു എന്നാണ് പറയണം. ഒരു ഏക്കർ അടിക്കാനായിട്ട് 2 മണിക്കൂർ 2.5 മണിക്കൂർ അതിൽ കൊണ്ട് പോകില്ല. രാവിലെ എത്ര മണി നമുക്ക് കയറും ട്രാക്ടറിൽ? രാവിലെ ഒരു 7 മണിക്ക് കൊടുക്കും. എത്ര മണി വരാം? വൈകിട്ട് 7 മണി 8 മണി വരെ പണി അനുസരിച്ച്. ഇതെങ്ങനെയാണ്? മണിക്കൂറാണ് പൈസ ഓടിക്കണം. എനിക്ക് ഓടിച്ചാൽ മേടിക്കാനായിരുന്നു. മണിക്കൂർ പൈസ ഓടിക്കുന്നത് മണിക്കൂറിന് നാട്ടിൽ റേറ്റ് ആണ് മണിക്കൂറിന് ട്രാക്ടർ മുതലാളിക്ക് ഇടുന്നത് 1200. ഡ്രൈവർക്ക് 200 രൂപ കിട്ടും. ഒരു ഡ്രൈവർക്ക് 200. ഒരു മണിക്കൂർ കുഴപ്പമില്ലല്ലേ? അല്ല ലാഭമുള്ള പരിപാടിയല്ലേ? ലാഭമുണ്ട്, കുഴപ്പമില്ല. ഇരുന്ന് ഓടിക്കണം. പണിയെടുക്കുന്നത് കയറണം. പണിയെടുക്കാൻ തയ്യാറായവർ മാത്രം ട്രാക്ടർ ഓടിക്കാൻ മതിയെന്നാണ് സുനിച്ചേട്ടൻ പറയുന്നത്. പണിയെടുക്കാതിരിക്കുന്നവർക്കുള്ള വലിയൊരു മറുപടിയാണത്. നമ്മുടെ സുനിച്ചേട്ടന് കൂട്ട് കൊക്കുകളാണെന്നുണ്ടാ ബോറടിക്കലാണ്. കൊക്കിനെ പിടിക്കാൻ സമ്മതിച്ചില്ല. അപ്പൊ ഞാൻ ചോദിച്ചേ പാടത്തിരിക്കുന്ന ബോറടിക്കുമ്പോ കൊക്കുകളുള്ളതുകൊണ്ട് ബോറടിയില്ലാന്ന് പറയണേ. അപ്പുറം നമുക്ക് വേറൊരു ട്രാക്ടർ കാണാം. അതാരാ? അത് ഒന്നും വേണ്ടല്ലേ. അപ്പൊ നമ്മള് പാടത്തെ ഒഴുവലും ട്രാക്ടർ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ താഴത്തേക്ക് ഇറങ്ങാണ്. അപ്പൊ സുനിച്ചേട്ടാ താങ്ക് യു. അടുത്ത ഇനിയും വരാം. അപ്പൊ സുനിച്ചേട്ടനോട് താങ്ക് യു നമ്മൾ ഇറങ്ങാണ്. അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇത്ര സമയം ചെലവഴിച്ച സുനിച്ചേട്ടൻ എല്ലാവരും നന്ദി. അപ്പൊ ഇറങ്ങട്ടെ. എത്ര കയറുന്നത്?
10 ഗീറിനാ ഗൈസ്. ട്രാക്ടറിന് 10 ഗീറുണ്ട്. എനിക്കറിയാൻ പാടായിരുന്നില്ല. 10-12 വെറുതെ അറിയാമോന്നുണ്ടാ. എല്ലാം കൂട്ടി 12 എണ്ണം. ഇതേ ട്രാക്ടർ ഓടിക്കുന്നവർ കണ്ടിട്ട് ട്രോളരുന്നിട്ടാ. 30 കൊല്ലന്നൊക്കെ അടിച്ച് വെച്ചേക്കാണ്. 12 ഗീറിനെന്നൊക്കെയാണ് പറയണത്. എനിക്കറിയാൻ പാടില്ല. എന്നെ കൊണ്ട് 2 ഗീർ ഇടിപ്പിച്ചോളൂ. ഞാൻ പ്രോ ആയതുകൊണ്ടായിരിക്കും 12 അടിപ്പിക്കാൻ സമയം കിട്ടിയില്ല. അപ്പോൾ ഗൈസ് നമ്മളെ ട്രാക്ടർ ഓടിക്കുന്ന പരിപാടി കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ സുഞ്ചനം പറഞ്ഞാൽ 12 ഗീറാണെന്ന് പറഞ്ഞത്. ഞാൻ 2 ഗീറിട്ടാണ് ഓടിച്ചത്. അപ്പോൾ ഗീറിൻ്റെ പരിപാടിയൊക്കെ നമ്മൾ കാറിൽ കാണുന്ന പോലെയൊക്കെ തന്നെ ആ സിസ്റ്റം തന്നെയാണ് കണ്ടത്. ഇതേപ്പറ്റി കൂടുതൽ കാര്യങ്ങളൊക്കെ ചേട്ടൻ വേറെ ഹൈഡ്രോളിക് പമ്പൊക്കെ പുഷ് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് ഒരു ട്രാക്ടർ ഓടിക്കുന്ന ആൾ വെറുതെ സ്റ്റിയറിങ്ങിൽ നിന്നൊരു കാര്യമില്ല. കാരണം പുള്ളി പറഞ്ഞത് മുന്നോട്ട് നോക്കണം, പുറകോട്ട് നോക്കണം, അതിൻ്റെ ഹൈഡ്രോളിക് പ്രഷർ ചെക്ക് ചെയ്യണം. അങ്ങനത്തെ കുറച്ച് പരിപാടികൾ ഇത് ഓടിക്കുന്ന ആളുകൾക്ക്, അതായത് വലിയൊരു പരിപാടിയാണ് ശരിക്കും. നമ്മൾ പുറത്തുനിന്ന് കാണുന്നൊരു പരിപാടിയല്ല ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ. എന്നാലും എനിക്കത് ഇഷ്ടപ്പെട്ടു. ഓടിച്ച പാടത്ത് കൂടി 2 റൗണ്ട് അടിച്ചത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾ ഇത് കാണുന്നവർ ട്രാക്ടർ ഓടിക്കാൻ ആഗ്രഹമുള്ളവർ, അല്ലെങ്കിൽ എല്ലാ വണ്ടി ഓടിക്കുന്നവർ, ട്രാക്ടർ ഓടിക്കാത്തവരാണെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള പാടത്തോ പറമ്പിലോ ട്രാക്ടറൊക്കെ വരുമ്പോൾ ചേട്ടന്മാരൊക്കെ പറഞ്ഞ് ഒരു 2 റൗണ്ടൊക്കെ ഓടിച്ച് നോക്കുക. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക്. കൂടാതെ മഴയും വന്നു വെയിലും വന്നു, അങ്ങോട്ടല്ല ഇങ്ങോട്ടാണ്, സോറി. അപ്പോൾ നമ്മുടെ വീഡിയോ, ഇതേപോലത്തെ വീഡിയോ ഇനിയും നമ്മുടെ ചാനൽ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ബട്ടൺ അടിക്കുക. അപ്പോൾ ഇനി ഇത്തരത്തിലുള്ള നേച്ചുറൽ അതുപോലെ ആര് കുട്ടുപോയി കുട്ടുവളർത്തി. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുമായി നമ്മൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.